ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ അലീനയെ സ്റ്റാൻലിയുടെ അടുത്താക്കിയിട്ട് ചങ്ക് പൊട്ടി തിരിച്ചു വന്നൊരു കാഴ്ച നിങ്ങൾ കണ്ടല്ലോ അല്ലേ? അത്രമാത്രം വേദനയായിരുന്നു. ഇമോഷണലായൊരു സീനും കൂടി ആയിരുന്നു കേട്ടോ. നമ്മുടെ അലീനയുടെ ചങ്കുപൊട്ടലും ബാലചന്ദ്രൻ്റെ ചങ്കുപൊട്ടലും എല്ലാം കൊണ്ടും നമുക്കും വല്ലാത്തൊരു എന്താ പറയുക ഇമോഷണൽ സീൻ തന്നെയായിരുന്നു. അപ്പം അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ തിരിച്ചു പോവുകയാണ്. അപ്പം ഇതിനിടയിൽ നമ്മുടെ നെടുംപുരയ്ക്കൽ വീട്ടിലൊരു പ്രകമ്പനം തന്നെയാണ് സൃഷ്ടിക്കുന്നത് വൈജ അവിടെ എന്താ പറയുക, ഒരു തലമുടി നാരിഴ പോലും പരിശോധിക്കുന്ന രീതിയിൽ അതുപോലെ ചെക്ക് ചെയ്ത് അവിടെ നിന്ന് നമ്മുടെ അലീന എന്തുകൊണ്ട് അങ്ങോട്ട് ചുമന്ന് തലയെ കയറ്റിക്കൊണ്ട് പോയ പോലെയാണ് പുള്ളിക്കാരിയുടെ പറച്ചിലും എടുക്കുന്നത്. വലിച്ചു കീറി ഉപ്പിലിടാൻ തോന്നും, അതുപോലത്തെ ഒരു സാധനം. അയ്യോ, നമുക്ക് കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വരെ അതുപോലെ ഒരു ഇത്രയധികം ദേഷ്യം തോന്നുന്ന ഒരു കഥാപാത്രം വേറെ ഇല്ലെന്ന് വേണമെങ്കിൽ കൂടി നമുക്ക് പറയാം. അങ്ങനെ വൈജ എന്ത് ചെയ്യുന്നു? റൂമുകളെല്ലാം അരിച്ചു പറക്കുന്നു. അതിനോടൊപ്പം തന്നെ അവിടുത്തെ കണക്കും കാര്യങ്ങളും ഒക്കെ നോക്കുക. ഇനിയിപ്പോൾ അലീനയ്ക്ക് എന്തെങ്കിലും എഴുതി കൊടുത്ത് വിട്ടോ, ഇനിയിപ്പം നെടുംപുരയ്ക്കൽ വീട് രണ്ടായിട്ട് പിളർത്തി അലീനയ്ക്ക് ഒരു ഭാഗം കൊടുത്തു വിട്ടോ എന്ന് അറിയണമല്ലോ. അതുകൊണ്ട് അവിടെയുള്ള എല്ലാ സംഭവങ്ങളും മൊത്തം അരിച്ചു പിറക്കി നമ്മുടെ വൈജ ഒരു കാര്യം കണ്ടുപിടിച്ചു. വലിയ കാര്യമാണ് കേട്ടോ. 10-15 ലക്ഷം രൂപയ്ക്ക് നമ്മുടെ അലീനയ്ക്ക് എന്തോ ഗിഫ്റ്റുകളൊക്കെ ബാലചന്ദ്രൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അയ്യോ, അതായി പിന്നെ ഇനിയിപ്പം നമ്മുടെ വൈജയുടെ പ്രശ്നം. അങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ലല്ലോ. അതങ്ങനെ വിട്ടാൽ ശരിയാവുമോ? വൈജ അങ്ങോട്ട് ചെന്നില്ലേ? നിങ്ങളാരും ഇത് അറിഞ്ഞില്ലായിരുന്നോ? എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇതിനു വേണ്ടി തന്നെയാണ് ഞാൻ അരിച്ചു പിറക്കിയത്. എനിക്കറിയാമായിരുന്നു ഇവിടെ നിന്ന് എന്തെങ്കിലും കൊണ്ട് അവൾ മുങ്ങൂന്ന്. കണ്ടില്ലേ, 15 ലക്ഷം രൂപയാണ് അവൾക്ക് വേണ്ടി ബാലചന്ദ്രൻ ചെലവാക്കിയിരിക്കുന്നത്. എന്തിനു വേണ്ടി? എന്തിനാണ് അവൾക്ക് 15 ലക്ഷം രൂപ കൊടുത്ത് അവളെ പറഞ്ഞയച്ചത്? എന്ത് ബന്ധം ഉണ്ടായിട്ടാണെന്നും പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങിയിട്ട് അപ്പോഴത്തേക്കും ബബിത പറഞ്ഞു, അമ്മ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? ഞങ്ങളും കൂടെ അറിഞ്ഞിട്ടാ അലീന ചേച്ചിക്ക് നല്ലൊരു സാരി അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങളൊക്കെ മേടിച്ചു കൊടുത്തിട്ട് തന്നെയാണ് അലീന ചേച്ചിനെ ഇവിടുന്ന് പറഞ്ഞയച്ചത്. അല്ലാതെ വെറും കൈയോട് കൂടിയൊന്നും അല്ല അലീന ചേച്ചിനെ ഇവിടുന്ന് പറഞ്ഞയച്ചത്. അതിനിപ്പോൾ എന്താ പ്രശ്നം ഇരിക്കുന്നത്? അതിനിപ്പോൾ എന്താ? ഞങ്ങളല്ലേ അലീന ചേച്ചിനെ ഒരുക്കി പറഞ്ഞയച്ചത്, അല്ലാതെ ഒളിച്ചും പാത്തും ഒന്നും അല്ലല്ലോ അച്ഛൻ അലീന ചേച്ചിനെ ഒരുക്കി ഇവിടുന്ന് പറഞ്ഞയച്ചതും സ്വർണ്ണാഭരണങ്ങളും ഡ്രസ്സും ഒക്കെ മേടിച്ചു കൊടുത്തതും. ഈ 15 ലക്ഷം രൂപയുടെ കണക്ക് ഞങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് എന്നിങ്ങനെ പറഞ്ഞു. അതായത് അമ്മ കൂടുതൽ പറയണ്ട, ഞങ്ങൾക്കറിയാം, ആ കണക്ക് ഞങ്ങൾക്കറിയാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ലല്ലോ. അല്ല മക്കളെ, നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങൾ അനുഭവിക്കാനുള്ളതെല്ലാം വേറെ ഒരുത്തിനെ കൊണ്ടൊന്ന് അനുഭവിപ്പിച്ചിട്ട് അത് ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾക്ക് അതിൻ്റെ ദണ്ണം അറിയത്തില്ല. കാരണം നീയൊന്നും പെറ്റിട്ടില്ല. നീയൊക്കെ ഒരു കല്യാണം കഴിഞ്ഞൊന്ന് പ്രസവിച്ച് കഴിയുമ്പോഴത്തേക്കും അറിയാം ഇതിൻ്റെ ദണ്ണം എന്താണെന്ന്. കെട്ടിയവന് ഒരു പെണ്ണിനെ എവിടെന്നോ വന്നൊരു പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവച്ച് താമസിപ്പിച്ച് പൊറപ്പിച്ച് ലാസ്റ്റ് അവർക്ക് 10-15 ലക്ഷം രൂപയുടെ ആഭരണങ്ങളൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുത്തു വിടാനായിട്ട് അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് അറിയണം. എനിക്ക് അറിഞ്ഞേ പറ്റൂ. എന്താണ് ബാലചന്ദ്രനും അലീനയും തമ്മിലുള്ള ബന്ധം? അപ്പം നമ്മുടെ മനുവിന് ദേഷ്യം വന്നിട്ടോ. മനു പറഞ്ഞു, ആൻറ്റി മിണ്ടാതെ വാ പൊത്തി ഇവിടെ ഇരിക്കുവാണെങ്കിൽ കൂടുതൽ ബന്ധമൊന്നും ആൻറ്റിക്ക് അറിയണ്ട. ആൻറ്റിക്ക് രക്ഷപ്പെട്ട് ജീവിച്ചങ്ങ് പോകാം. ആൻറ്റി ഇതുപോലെയാണ് ഇവിടെ കിടന്ന് പെരുമാറാൻ പോകുന്നതെങ്കിലേ ആൻറ്റി അനുഭവിക്കും. ആൻറ്റി അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് വാ പൊത്തി മിണ്ടാതൊരു മൂലക്കിരുന്നാൽ പല ബന്ധങ്ങളും എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാതിരിക്കും എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എന്താണ് നീ ഉദ്ദേശിച്ചത്? എന്താണ് നീ പറയുന്നത്? നീ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താടാ? നീ എന്ത് ബന്ധത്തെക്കുറിച്ചാണ് നീ പറയുന്നത്? എൻ്റെ ആൻറ്റിയോട് തർക്കിക്കാനും തർക്കിച്ച് ജയിക്കാനും ഞാനില്ല. ഞാൻ ഇങ്ങോട്ട് വന്നത് ആൻറ്റീനെ കൊണ്ടാക്കാനാണ്. കണ്ടില്ലേ, 3 പിള്ളേർ ഇവിടെ നിൽപ്പുണ്ട്. അതുങ്ങളുടെ കാര്യമെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ? പോട്ടെ, അലീന ഇവിടെ നിന്ന് വെറുതെ അല്ല. ഇപ്പം 15 ലക്ഷം രൂപ അലീനയ്ക്ക് കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഈ വീട്ടിന് വേണ്ടി 1 കോടി രൂപയുടെ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പൈസ കൊണ്ട് വിലമതിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ അലീന ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ നിൽക്കുന്ന രോഹിത് ഇപ്പോഴും അവൻ ജയിലിൽ കിടന്നേനെ ഹരിയുടെ കൂടെ. അവൻ എന്തുകൊണ്ട് ജയിലിൽ നിന്നും പുറത്തിറങ്ങി? അതിന് കാരണം എന്താ? അലീന തന്നെ അതിന് കാരണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചോറ് തിന്നുന്നവർക്കറിയാം അലീന തന്നെ അതിന് കാരണക്കാരിയെന്ന്. അവൾക്ക് അതുകൊണ്ട് എത്ര രൂപ കൊടുത്താലും അവൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്താലും മതിയാവത്തില്ല. ബാലചന്ദ്രൻ അങ്കിൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലേ കണക്കായി പോയി എന്ന് പറഞ്ഞു. നീ ആരാടാ ഇതൊക്കെ സംസാരിക്കാനായിട്ട്? നിന്നോട് ഞാൻ പറഞ്ഞോ? നിന്നോട് ഞാൻ ചോദിച്ചോ? നിനക്കതിൻ്റെ എണ്ണം അറിയത്തില്ല. കാരണം അവിടെ ശിവേട്ടൻ ഒരു പെണ്ണിനെ വിളിച്ച് കയറ്റി കഴിഞ്ഞാലേ നിനക്കതിൻ്റെ എണ്ണം അറിയത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആൻറ്റിയോട് സംസാരിക്കാൻ എനിക്ക് നാണം തോന്നുക. വെറും പുച്ഛം മാത്രം ആൻറ്റിയോടുള്ളത്.
ഞാൻ പറഞ്ഞല്ലോ, ആൻറ്റിക്ക് ഇവിടെ ജീവിച്ച് പോകണമെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിച്ചൊക്കെ ആൻറ്റിക്ക് പോകണ്ടേ. ആൻറ്റിക്ക് ജീവിച്ചു പോകണമെങ്കിൽ ഇവിടെ സമാധാനപരമായിട്ട് ബാലേന്ദ്രനങ്ങൾ പറയുന്നതും കേട്ട് അടങ്ങി ഒതുങ്ങി തർക്കുത്തരവും പറയാതെ ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാണം കെടാതെ മാനം പോകാതെ ജീവിച്ചു പോകാം. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും പിന്നെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് മര്യാദയ്ക്ക് ജീവിച്ചാൽ കൊള്ളാമെന്ന്. ഇത് കേട്ടതും നീ മുള്ളു വെച്ച് പറയുന്ന ഓരോ വർത്താനങ്ങളെ അലീന എന്തെങ്കിലും പറഞ്ഞു പിടിപ്പിച്ച് തന്നെയായിരിക്കും എനിക്ക് അറിയാടാന്ന് പറഞ്ഞപ്പോൾ അലീന എന്നോട് ഒന്നും പറഞ്ഞു പിടിപ്പിച്ചില്ല. അല്ല, അലീന പറഞ്ഞു പിടിപ്പിക്കാൻ മാത്രം എന്തെങ്കിലും കാരണമുണ്ടോ ആൻറ്റി എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ കൃഷ്ണമോൾ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പം കൃഷ്ണമോൾ കൂടുതൽ വിഷയം വഷളാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട്, മനുവേട്ടാ വേണ്ട മനുവേട്ടാ, എന്തിനാ അമ്മയോട് വെറുതെ തർക്കിക്കുന്നത്? അമ്മയ്ക്ക് പല പല ന്യായങ്ങൾ കാണും നിരത്താനായിട്ട്. അച്ഛനെക്കുറിച്ച് പല പല കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കാൻ കാണും. അതൊക്കെ നമ്മൾ ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ കളഞ്ഞാൽ മാത്രം പോരെ. എന്തിനാ വെറുതെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വഷളാക്കുന്നത്? അതുകൊണ്ട് രണ്ട് കൈ കൂട്ടിയടിച്ചാലല്ലേ ശബ്ദം കേൾക്കത്തുള്ളൂ എന്ന് അച്ഛൻ എപ്പോഴും പറയാറുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മിണ്ടാതിരിക്കാം. അമ്മ എന്താണെന്ന് വെച്ചാൽ പറയട്ടെ. ബബിതേച്ചി ഒന്നും മിണ്ടാൻ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് മിണ്ടാണ്ടിരിക്കുന്നത്? അല്ല, അമ്മ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അമ്മ ഈ വീട്ടിൽ താമസിക്കാനും മക്കളുടെ കൂടെ ജീവിക്കാനും ഒക്കെ അല്ലേ വന്നത്. അല്ലാതെ അലീന ചേച്ചിക്ക് കൊടുത്തതിൻ്റെ കണക്കും അലീന ചേച്ചി ഇവിടെ തിന്നു മുടിപ്പിച്ചതിൻ്റെ കണക്കും ഒക്കെ അന്വേഷിക്കാനാണ് വന്നതെങ്കിലേ അലീന ചേച്ചി ഒന്നും തിന്നു മുടിപ്പിച്ചിട്ടില്ല. അലീന ചേച്ചി തിന്നേൻ്റെ കണക്കൊക്കെ എനിക്കും അച്ഛനും എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്യുക, അമ്മയുടെ കാര്യം നോക്ക് എന്നിങ്ങനെ പറഞ്ഞിട്ട് ബബിതയൊക്കെ അങ്ങ് പോയി. ഏതായാലും രോഹിത്തല്ല നമ്മുടെ മനു അവിടുന്ന് പോകുന്നതിന് മുമ്പ് കൃഷ്ണയോടും രോഹിത്തിനോടും ബബിതയോടും പറയുന്നുണ്ട്, മക്കളെ നിങ്ങൾ വേണം ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ പൊട്ടിത്തെറികളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രമ്യതപ്പെടുത്താനായിട്ട്. നിങ്ങളുടെ അച്ഛനും അമ്മയും തമ്മിൽ ഇനി എന്താ ഉണ്ടാകാൻ പോകുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ആ ഒരവസ്ഥയിലാണ് ജീവിതം മുന്നോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ എല്ലാം സമാധാനപരമായിട്ട് നിന്ന് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പാവം തോന്നുന്നുണ്ട്. കാരണം അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ഇടയിൽ കിടന്ന് ഇങ്ങനെ ഞെരുവിളി കൊള്ളുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ സാരമില്ല, കാര്യമാക്കണ്ട. അമ്മ എന്തു പറഞ്ഞാലും പറഞ്ഞോട്ടെ. നിങ്ങൾ അച്ഛനെ എങ്ങനെയെങ്കിലും സമാധാനപ്പെടുത്തി നിർത്തണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതമാണ്, അതുപോലെ നിങ്ങളുടെ ജീവിതവുമാണ് പോകുന്നത്. അലീന ചേച്ചി പറഞ്ഞതുപോലെ തന്നെ കേൾക്കണം. അലീന ചേച്ചി പറയുന്നതൊക്കെ കേട്ട് അനുസരിച്ച് വേണം മുന്നോട്ടേക്ക് പോകാനായിട്ട്. ഏതായാലും ഞാൻ ഇനി ഇവിടെ കൂടുതൽ നിൽക്കുന്നില്ല. ഞാൻ ബാലചന്ദ്രൻ അങ്കിളിനെ വിളിച്ചായിരുന്നു. ബാലചന്ദ്രൻ അങ്കിളിനെ വിളിച്ചപ്പം ബാലചന്ദ്രൻ അങ്കിള് കൊളുത്തുപുഴയിൽ അവളെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോന്നു എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അലീന ചേച്ചിനെ കൊണ്ടാക്കിയോ എന്നിങ്ങനെ കൃഷ്ണമോള് ചോദിച്ചു കേട്ടോ. പറഞ്ഞു അവളെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോന്നിട്ടുണ്ട്. ചിലപ്പം ഇന്നോ നാളെയോ അങ്കിള് ഇങ്ങോട്ടേക്ക് എത്തത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുകൂടെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ പൊന്ന് വൈജ അങ്ങോട്ട് തുടങ്ങുമല്ലേ. അയ്യോ, ഇനിയിപ്പോൾ നമ്മുടെ അലീനയെ അവിടെ ഏതോ ഫ്ലാറ്റ് എടുത്ത് താമസിപ്പിച്ചിരിക്കുകയാണ്. അല്ലാതെ അവളെ വേറൊരു സ്ഥലത്തും ജോലിക്കല്ല കൊണ്ടുപോയിരിക്കുന്നത്. അവൾ ഏതോ ഫ്ലാറ്റ് എടുത്തിട്ട് കൊളുത്തുപുഴയിലാണോ എന്ന് ആർക്കറിയാം. ചുമ്മാ ഒരു സ്ഥലപ്പേര് പറഞ്ഞതായിരിക്കും. അവൾ എവിടെയെങ്കിലും കൊണ്ട് താമസിപ്പിച്ച് കാണും. എന്നിട്ട് ഇനിയിപ്പം ആ ഈ മീറ്റിംഗാന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ ആരും ചോദിക്കത്തില്ലല്ലോ. എല്ലാവരെയും വായടപ്പിക്കാനായിട്ട് അച്ഛാ എന്നുള്ളൊരു വിളിയും ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആര് കേൾക്കാൻ, ആരും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മുടെ വൈജ വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, അല്ല നിന്റെ അച്ഛനൊന്നും ഇതുവരെ വരാറായില്ലേടി, നിന്റെ അച്ഛന് അവളുടെ കൂടെ പൊറുക്കാൻ പോയതാണോ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പം ബബിതയോടാണ് ചോദിക്കുന്നത്. ബബിതയോട് ചോദിച്ചാൽ അറിയാലോ, ബബിത രണ്ട് നല്ല വർത്താനം പറയുന്നത്. അങ്ങനെ ബബിത പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്താ വേണ്ടത്? അച്ഛന് ഒരു ദിവസം സമാധാനമായിട്ട് എവിടെയെങ്കിലും പോയി നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ ഞാനാണോ അപ്പം നിങ്ങളുടെ സമാധാനക്കേട്? ഞാൻ ഈ വേട്ടി കയറി വരുന്നതാണല്ലോ അല്ലെങ്കിൽ നിൻ്റെയൊക്കെ സമാധാനക്കേട്. അലീന ചേച്ചി ഉണ്ടായിരുന്നപ്പോൾ ഒരു സമാധാനക്കേടും ഇല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പം അതേ അമ്മേ, അലീന ചേച്ചി ഉണ്ടായിരുന്നപ്പോഴേ ഇതൊരു വീടായിരുന്നു. ഈ വീടായത് അലീന ചേച്ചി വന്നതിൽ പിന്നെയാണ്. അപ്പം പിന്നെ അലീന ചേച്ചി ഉണ്ടായപ്പോൾ സമാധാനക്കേടുണ്ടായെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അലീന ചേച്ചി ആരാണെന്നും എന്താണെന്നും ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, അലീന ചേച്ചി ഈ വീട്ടിലെ വിളക്ക് തന്നെയായിരുന്നു. ആ വിളക്കിനെയാണ് ഇവിടെ നിന്ന് തൂക്കിക്കൊണ്ടുപോയി കളയാൻ വേണ്ടി അച്ഛൻ പോയിരിക്കുന്നത്. അത് ആര് കാരണമാണെന്ന് അറിയാമോ? അമ്മ കാരണം തന്നെ. അമ്മ ഒരു ദിവസം ഇതൊക്കെ ഓർത്ത് കരയും. കാരണം അമ്മ ഈ ചെയ്യുന്നതൊന്നും അത്രയ്ക്ക് നല്ല കാര്യങ്ങളല്ല. അത് ഒരു കൊച്ചുകുട്ടിക്ക് മനസ്സിലാകാന്നുള്ളതേ ഉള്ളൂ. അലീന ചേച്ചി എന്ത് ഉപദ്രവവും അമ്മയ്ക്ക് ചെയ്തിട്ടുള്ളത്? ഇന്നേക്ക് ഇതുവരെ അലീന ചേച്ചി അമ്മയുടെ മുഖത്ത് നോക്കി ഇച്ചിപ്പോന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. സഹായം മാത്രമേ അലീന ചേച്ചി എല്ലാവർക്കും ചെയ്തു കൊടുത്തിട്ടുള്ളൂ. അത് ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല.
പിന്നെ ഇവിടെ നിന്ന് കൊടുത്തതിൻ്റെ കണക്കൊക്കെ അമ്മ പറയുന്നുണ്ടല്ലോ. ആ കണക്കൊക്കെ ഒരുപാട് പറയേണ്ടി വരും അലീന ചേച്ചി. ഇങ്ങോട്ടേക്ക് നമ്മളൊക്കെ ഒരുപാട് കണക്ക് അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടിയും വരും. അതൊന്നും അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അമ്മയ്ക്ക് അമ്മ പിടിച്ച മുയലിന് 100 കൊമ്പെന്നുള്ളത് മാത്രമല്ലേ അമ്മയ്ക്ക് അറിയത്തുള്ളൂ. അമ്മേ, അതുകൊണ്ട് പറയാ, അച്ഛൻ എപ്പോഴേലും വരട്ടെ. അമ്മയ്ക്ക് എന്താ, അച്ഛൻ വന്നാൽ എന്താ, വന്നില്ലെങ്കിൽ എന്താ? അച്ഛനെ അമ്മയ്ക്ക് കണ്ണിന് കണ്ടുകൂടല്ലോ. അലീന ചേച്ചിയായിട്ട് പോയിരിക്കുന്ന അച്ഛനെ അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ. പിന്നെ അച്ഛൻ വരുന്നോ ഇല്ലയോ എന്നൊക്കെ തിരക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിനക്കൊന്നും എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ലടി. എൻ്റെ ദണ്ണം എന്താണെന്നും ഞാൻ ആർക്കു വേണ്ടി സംസാരിക്കുന്നതെന്നൊക്കെ, ഞാൻ നിനക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടിയല്ലേടി ഞാൻ ഈ കിടന്ന് സംസാരിക്കുകയും കാണിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്നിട്ട് നീയൊക്കെ എന്താ ഓർത്തിരിക്കുന്നത്? എൻ്റെ സുഖത്തിന് വേണ്ടിയാണെന്നോ? അതെ, അമ്മയുടെ സുഖത്തിനും സന്തോഷത്തിനും അല്ലാതെ അമ്മ വേറെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ കാര്യം നോക്ക് എന്ന് പറഞ്ഞ് ബബിത പിന്നെ ഒഴിഞ്ഞു മാറി അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പം എന്തൊക്കെയോ തന്നെത്താനെ കിടന്ന് പുറകുറുക്കുന്നുണ്ട് ഈ പറയുന്ന നമ്മുടെ വൈജ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അലീനയാണ് കേട്ടോ. അപ്പോൾ അലീന ചുറ്റുപാടുമൊക്കെ നിരീക്ഷിക്കുകയാണ്. ആ റൂമിനകത്ത് കയറി ഞാൻ പറഞ്ഞല്ലോ, റൂമിനകത്ത് ഇല്ലാത്ത സൗകര്യങ്ങളൊന്നുമില്ല. അതിനകത്ത് TV വരെ വെച്ച് കൊടുക്കാനാണ് സ്റ്റാൻലി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആൻ്റപ്പനോട്. അപ്പം ആൻ്റപ്പ അതനുസരിച്ച് TV ഒക്കെ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അലീന ഫ്രഷ് ആയിട്ട് റൂമിനകത്ത് നിന്ന്, അതായത് റൂമിനകമൊക്കെ ഒന്ന് നോക്കി ചെക്ക് ചെയ്തു. നമ്മുടെ അലീനയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല റൂമിനകമൊന്നും. കാരണം അത്രയ്ക്ക് സുഖ സൗകര്യങ്ങളോടുകൂടിയൊന്നും അല്ലല്ലോ അലീന ജീവിച്ചത്. അലീന ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് തിരിച്ചിങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ. അലീന ഇങ്ങനെ ഇറങ്ങി വന്നു, റൂമിൽ നിന്ന് ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി വന്നു. എല്ലായിടും ഒക്കെ നോക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ കുറേ പട്ടികളൊക്കെ നിൽപ്പുണ്ട്. അലീനയെ വന്നിങ്ങനെ നക്കുന്നൊക്കെ ഉണ്ട്, കയ്യിലൊക്കെ നക്കുന്നു. അലീന എല്ലാത്തിനും ഇങ്ങനെ തലോടിയിട്ട് പതുക്കെ വെളിയിലേക്ക് വന്നപ്പം നമ്മുടെ സ്റ്റാൻലി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കാലൊക്കെ ഇങ്ങനെ കയറ്റി വെച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്നപ്പോഴത്തേക്കുമാണ് അലീന വരുന്നത്. അലീന വന്നപ്പോഴത്തേക്കും അലീന എന്താ, അവിടെ ഒരുപാട് ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ അലീനയ്ക്ക് ഒരുപാട് ഡ്രസ്സുകൾ മേടിച്ച് വെച്ചിട്ടുണ്ട് ഈ പറയുന്ന നമ്മുടെ സ്റ്റാൻലി. അപ്പം അലീന ഇട്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു പഴഞ്ചൻ ഡ്രസ്സ്. നേരത്തെ അലീന എപ്പോഴും ഇടാറുള്ള ഡ്രസ്സുകളിൽ ഒരെണ്ണം. എന്നിട്ട് ആ ആഭരണങ്ങളൊക്കെ ഊരി വെച്ചിട്ട് ഒരു കൊന്തയും ഒരു കറുത്തൊരു ചെറിയ മുട്ട് കമ്മലും ഒക്കെയാണ് അലീന ഇട്ടേക്കുന്നത്. ഇത് കണ്ടതും സ്റ്റാൻലിക്ക് അങ്ങ് എന്തോ പോലെ കേട്ടോ. സ്റ്റാൻലിയുടെ നോട്ടം കണ്ടപ്പം തന്നെ അലീനയ്ക്ക് ഒരു വശവശക്ക് തോന്നി. കാരണം അടിമുടി നോക്കുവാണ്, ഇതെന്താ ഇവള് ഇങ്ങനെ ഈ വേഷത്തിൽ, എൻ്റെ മോള് ഈ വേഷത്തിൽ സമ്മതിക്കുമോ സ്റ്റാൻലി ചോദിച്ചു, എന്താ അലീന ഇതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, എന്താ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ലല്ലോ. അല്ല, നീ എന്താ ഇട്ടിരിക്കുന്നത്? ഞാൻ നിനക്ക് എന്തുമാത്രം ഡ്രസ്സായി ഈ വീട്ടിൽ മേടിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയാലോ. ഞാൻ ആ റൂം നിറയെ നിനക്ക് വേണ്ടിയുള്ള ഡ്രസ്സുകളാണ് മേടിച്ചു വെച്ചിരിക്കുന്നത്. അതെടുത്തിടാതെ നീ ഇതും വലിച്ചു കയറ്റിക്കൊണ്ട് നിൽക്കുന്നത് എന്തിനാണെന്നാ ചോദിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അത് പിന്നെ അച്ഛാ, ഇത് മതി, എനിക്കിതാ ഇഷ്ടം, ഞാൻ ഇതുപോലത്തെ ഡ്രസ്സാണ് ഇടുന്നത്, അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. അപ്പം അവിടെ മേടിച്ചു വെച്ചിരിക്കുന്നതൊക്കെ ആരിടും? ഇതിപ്പം ഏതാണ്ട് എന്താ അച്ഛാ ഈ ഡ്രസ്സിന് എന്താ പപ്പ ഈ ഡ്രസ്സിന് കുഴപ്പമിരിക്കുന്നത്? എനിക്ക് ഈ ഡ്രസ്സിന് കുഴപ്പമായിട്ടൊന്നും തോന്നുന്നില്ല. ഞാനിപ്പം മിസ്റ്റർ സ്റ്റാൻലിയുടെ റിട്ടയർഡ് കേണൽ സ്റ്റാൻലിയുടെ മകളാണല്ലോ അല്ലേ? അപ്പോൾ എനിക്ക് ഈ ഡ്രസ്സൊന്നും യോജിക്കത്തില്ലേ? അല്ല, അതുകൊണ്ടാണോ പപ്പ പറഞ്ഞത് ഈ ഡ്രസ്സ് മാറ്റാനായിട്ട്? റിട്ടയർഡ് കേണലായ സ്റ്റാൻലിയുടെ മകൾക്ക് ഈ വേഷം ചേരുന്നില്ല എന്ന് പപ്പായ്ക്ക് തോന്നുന്നുണ്ടാകാം. പക്ഷേ ഈ റിട്ടയർഡ് കേണൽ സ്റ്റാൻലിയുടെ മകൾ തന്നെ ആയിരുന്നു ഈ 10-23 വർഷവും ഞാൻ. പക്ഷേ അന്നൊന്നും ഈ കേണലിൻ്റെ മകളാന്ന് കേണലിനും അറിയത്തില്ലായിരുന്നു, എനിക്കും അറിയത്തില്ലായിരുന്നു. ഞാൻ വളർന്നതേ ഒരു അനാഥാലയത്തിലാണ്. അന്ന് ഞാൻ കീറിപ്പറിഞ്ഞ ഡ്രസ്സ് തുന്നിയിട്ട് ഒരുപാട് നടന്നിട്ടുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പലവരുടെയും വീട്ടിൽ ചെന്ന് കൈ നീട്ടി യാചിച്ചു മേടിച്ചിട്ടുണ്ട്. ഡ്രസ്സുകൾ പലരും ഉപയോഗിച്ച ഡ്രസ്സ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങൾ ഇട്ടുകൊണ്ട് നടന്നതാണ്. അപ്പോഴാണോ പപ്പയുടെ കുറേ ഡ്രസ്സുകൾ? അന്നില്ലാത്ത ഡ്രസ്സ് എന്തിനാ എനിക്ക് ഇന്ന്? അന്നില്ലാത്ത ഭക്ഷണം എനിക്ക് എന്തിനാ ഇന്ന്? അന്നില്ലാത്ത സൗകര്യം എനിക്ക് എന്തിനാ ഇന്ന്? പപ്പ എനിക്ക് വലിയൊരു മുറിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ. അതൊന്നുമല്ല സമാധാനവും സന്തോഷവും. ഏത് ചെറിയ കൂരയിലാണെങ്കിലും സമാധാനവും സന്തോഷവും നമ്മൾ വിചാരിച്ചാൽ ഉണ്ടാകും പപ്പ. അല്ലാതെ ഈ പണവും സൗകര്യവും ഒക്കെ കൊണ്ട് സ്നേഹവും സമാധാനവും ഒന്നും പിടിച്ചു പറ്റാൻ പറ്റത്തില്ലെന്ന്. സ്റ്റാൻലിക്ക് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ അലീനയുടെ ഈ സംസാരം കേട്ടിട്ട്. സ്റ്റാൻലി ഇങ്ങനെ അന്തം വിട്ട് നിൽപ്പുണ്ട് കേട്ടോ രണ്ടെണ്ണം പറയാനായിട്ട്. അപ്പം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇനി സ്റ്റാൻലി എന്തൊക്കെ നമ്മുടെ അലീനയെ പറയോ, അലീന സ്റ്റാൻലിനെ എങ്ങനെയൊക്കെ വട്ടം ചുറ്റിക്കോ. അപ്പം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പം എല്ലാവരും കാത്തിരിക്കുക. എന്നും രാവിലെ ഫുൾ വിശേഷവും വൈകിട്ട് പ്രമോ വിശേഷവുമായിട്ട് വരുന്നുണ്ട്. റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് നമ്മൾ
എന്നും അപ്കമിങ് വിശേഷവും ഉച്ചയ്ക്ക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പം മിസ് ചെയ്ത് കളയരുത്. റിയൽ സ്റ്റോറി ന്യൂ നമ്മളിവിടുത്തെ പോസ്റ്റിൽ, നമ്മുടെ ഈ ചാനലിലെ പോസ്റ്റിൽ ഒരു തംബ്ലൈന് സഹിതം നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനലിൻ്റെ. അപ്പോൾ അതൊന്ന് കയറിപ്പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ ചാനലിൻ്റെ ലിങ്കൊക്കെ റിയൽ സ്റ്റോറി ന്യൂ, അതിനകത്ത് നമ്മൾ ഒറിജിനൽ കഥ, വരാനിരിക്കുന്ന ഒറിജിനൽ കഥ ഇടുന്നുണ്ടേ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് കാണാം. അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും ഈ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോട് കൂടെ നിർത്തുകയാണ്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും, ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.